പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള വിശുദ്ധമായ ഒരു സ്ഥലത്താണ്. ഇത് സൈപ്രസിലെ പാഫോസ് എന്ന സ്ഥലമാണ്. ഇവിടെയാണ് വിശുദ്ധ പൗലോസ്ലീഹ ആദ്യമായി സൈപ്രസിലെത്തി സുവിശേഷം പ്രഘോഷിച്ചത്. ഇവിടുത്തുകാരുടെ വിശ്വാസമനുസരിച്ച് പൗലോസ്ലീഹ ഇവിടെ എത്തിയപ്പോൾ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തെ ഇവിടെ നാം കാണുന്ന ഇവിടെയുള്ള പില്ലറിൽ, ഈ പില്ലർ പിന്നീട് ഉണ്ടാക്കിയതാണ്, പക്ഷേ അന്നത്തെ ആ പില്ലർ ഇവിടെയാണ് നിന്നിരുന്നത്. ആ നടുഭാഗത്ത് ആ പില്ലറിൽ കെട്ടി ചാട്ടമാറുകൊണ്ട് അടിച്ചു എന്നാണ് വിശ്വാസം. അങ്ങനെ പൗലോസും ബർണബാസും ഇവിടെ എത്തി സുവിശേഷം പ്രഘോഷിച്ചു. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ 4 മുതലുള്ള വചനങ്ങളിൽ നമ്മളിത് കാണുന്നുണ്ട്. ആ സമയത്ത് ഇവിടുത്തെ റോമൻ ഗവർണറായിരുന്ന സെർജിയോസ് പൗലോസ് ആ സുവിശേഷം കേൾക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ മാന്ത്രികനായിരുന്ന എലിമാസ് അദ്ദേഹത്തെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തി. പൗലോസിനെ പ്രസംഗിക്കുന്നതിൽ നിന്നും അതുപോലെ ഗവർണർ ആ സുവിശേഷം കേൾക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തി, നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ പൗലോസ്ലീഹ ആ മാന്ത്രികനെ ശാസിച്ചു. അദ്ദേഹം അന്ധനായി തീർന്നു എന്ന് ബൈബിളിൽ നാം കാണുന്നുണ്ട്. അതിനുശേഷം ആ റോമൻ ഗവർണർ സെർജിയോസ് പൗലോസ് സുവിശേഷം കേൾക്കുകയും അദ്ദേഹം മാനസാന്തരപ്പെട്ട് വിശ്വാസം സ്വീകരിക്കുകയും അങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ ക്രിസ്ത്യാനിയാവുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. ബൈബിളിൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇവിടെയാണ് സൈപ്രസിലെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടത്. പിന്നീട് ഇവിടെ പള്ളിയൊക്കെ പണിതു. ഈ പള്ളി തന്നെ 1000-ലധികം വർഷം പഴക്കമുള്ള പള്ളിയാണ്. വളരെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പള്ളിയാണ്. ഈ വിശുദ്ധ സ്ഥലത്ത് നിന്നാണ് പൗലോസ്ലീഹ സൈപ്രസിൽ ആദ്യമായിട്ട് സുവിശേഷം പ്രഘോഷിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലത്ത് ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ക്രിസ്മസ് ആശംസ നൽകുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പൗലോസ്ലീഹയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് സുവിശേഷം 2 വാക്ക് പറയുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ഞാൻ അറിയിക്കുന്നു. എല്ലാവരെയും ഈ ക്രിസ്മസ് കാലത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.